ദുർഖൈമിൻ്റെ മറ്റൊരു സ്റ്റഡിയാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. അത് പബ്ലിഷ് ചെയ്യുന്ന വർഷം 1893 ഇതിലൂടെ ദുർഖൈം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് തൊഴിൽ വിഭജനം ചെയ്യപ്പെടുന്നത്, ഈ ഓരോ വിഭജനം ചെയ്യപ്പെട്ട തൊഴിലുകളും ഓരോ വ്യക്തികളായിട്ട് ഏറ്റെടുക്കുകയും അതിലേക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ഒത്തൊരുമിച്ച് എങ്ങനെയാണ് ഒരു സൊസൈറ്റി ഏകീകൃതമായിട്ട് കോർഡിനേറ്റഡ് ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹം ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ദ സൊസൈറ്റിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദുർഖൈം ട്രൈ ടു പിൻ ഡൗൺ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ആക്റ്റഡ് ആസ് ദ ബൈൻഡിങ് ഗ്ലൂ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയെ ഒരുമിപ്പിക്കാനുള്ള ബൈൻഡിങ് ഗ്ലൂ ആയിട്ട് വർത്തിക്കുന്നത് ഏതെല്ലാം ഘടകങ്ങളാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഹി ഫെൽറ്റ് ദാറ്റ് early or nascent societies had a moral basis for being integrated, and this was what he called the collective conscience. അദ്ദേഹം പറയുന്നു, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റികളിൽ ഒരു മോറൽ ബേസിസ് ഉണ്ട്, സന്മാർഗികതയുടെ ഒരു തലമുണ്ട്. ഈ തലമാണ് എല്ലാവരെയും തമ്മിൽ ഒത്തൊരുമിപ്പിക്കുന്നതും ഇൻറ്റഗ്രേറ്റഡ് ആക്കുന്നതും. അത്തരത്തിലുള്ളൊരു ഇൻറ്റഗ്രേഷനെയാണ് അദ്ദേഹം കളക്റ്റീവ് കൺസൈൻസ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ദ സൊസൈറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറി. ഈ തിയറിയും നമ്മൾ എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് അല്ലേ. അനാർക്കി, അതുപോലെ തന്നെ കെയോസ് എന്ന് പറയുന്ന സംഭവങ്ങൾക്കൊക്കെ എതിരാണ് അദ്ദേഹം. അപ്പം സോഷ്യൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാതെ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സോഷ്യോളജിസ്റ്റുകൾ പഠിക്കേണ്ടുന്നത്. അതെങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് സോഷ്യോളജിൻ്റെ കൺസേൺ എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതേ കൺസേൺ തന്നെയാണ് അദ്ദേഹം ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ദ സൊസൈറ്റിയിലൂടെ വരച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഇസ് അദ്ദേഹത്തിൻ്റെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നെറ്റിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, എലിമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്നത്. അത് 1912 1965 വീണ്ടും റീപബ്ലിഷ് ചെയ്യുകയൊക്കെയാണ് ഉണ്ടായത്. ദുർഖൈം സ്റ്റഡിഡ് എ പ്രിമിറ്റീവ് സൊസൈറ്റി സോ ദാറ്റ് ഹി കുഡ് ഫൈൻഡ് റിലീജിയൻ ഇൻ ദ പ്രിമിറ്റീവ് ഫോം. അതായത് റിലീജിയസ് ലൈഫ്, എങ്ങനെയാണ് റിലീജിയസ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. വളരെ പ്രിമിറ്റീവായിട്ടുള്ള സൊസൈറ്റിയിലാണ് അദ്ദേഹം ആദ്യം തന്നെ പഠനം നടത്തുന്നത്. അപ്പം പ്രിമിറ്റീവായിട്ടുള്ള ഫോമിൽ റിലീജിയനെയും അദ്ദേഹം പഠിക്കുന്നുണ്ട്. റിലീജിയൻ എങ്ങനെയാണ്, ഒരു മതം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണത്. ഇൻ ഡൂയിങ് ദിസ് റിസർച്ച് would also shed light on religion in the modern world. ഈ ഒരു പഠനത്തിലൂടെ ഇന്നത്തെ കാലത്തെ മോഡേൺ ആയിട്ടുള്ള മതത്തിനെ കുറിച്ച് പോലും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പോലും എത്തിച്ചേരാനാവും എന്നൊക്കെയാണ് ദുർഖൈം പറയുന്നത്. ഫോർ ദുർഖൈം സൊസൈറ്റി ഇറ്റ് സെൽഫ് ഇസ് ദ ബേസിസ് ഓഫ് റിലീജിയൻ ഇറ്റ് സെൽഫ്. അദ്ദേഹം പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണിത്. അതായത് സൊസൈറ്റിയാണ് റിലീജിയൻ അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സോഷ്യൽ ആയിട്ടുള്ള ഫോഴ്സസ് ആണ് ഓരോ സോഷ്യൽ ഫാക്റ്റിൻ്റെയും ഒറിജിനിലേക്ക് നയിക്കുന്നത്. അപ്പം സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് റിലീജിയനും ഒരു സോഷ്യൽ ഫാക്റ്റാണ്. അപ്പം ഇതിനൊക്കെ കാരണഭൂതനായിരിക്കുന്ന സൊസൈറ്റി ഇറ്റ് സെൽഫ് ഇസ് എ റിലീജിയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇൻ ദിസ് ഇൻസൈറ്റ് ഇംപ്ലൈഡ് ദാറ്റ് ദുർഖൈം വാസ് ഫോർ ദ സ്റ്റാറ്റസ് quo so far as society is concerned, for society as a god. അപ്പോൾ സൊസൈറ്റി ഡിവൈനൈസ്ഡ് ആണ് ഗോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നില്ലേ, അത് ശരിയല്ല എന്നോ അത് ശിക്ഷ കിട്ടുന്ന ഒന്നാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നോ ഒക്കെ പേടിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നില്ലേ. ഓക്കെ, അത്തരം ഒരു കാര്യം ഒന്നുകിൽ നമുക്ക് റിലീജിയസ് ബേസിസിൽ നമുക്ക് എക്സ്പ്ലനേഷൻ തേടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലനേഷൻസ് തേടാം. വാട്ട് എവർ ഇറ്റ് മേ ബി, സൊസൈറ്റി ഈസ് വ്യൂവിങ് അസ് എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ റിലീജിയൻ എന്നോ ഗോഡ് എന്നോ പറയുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത് സൊസൈറ്റി തന്നെ ഡിവൈനൈസ്ഡ് ആയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ തോട്ടൊക്കെ കുറച്ച് ഹൈ ലെവൽ തോട്ട്സാണ്. അപ്പം നമുക്ക് പെരിഫറലായിട്ട് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ദുർഖൈം in 1898 set up a scholarly journal
called Lanny Sociologic, which was very successful in promoting the Durkheimian brand of sociology to the other schools and academics. Thus, the context of French Revolution and the rise of industrialization meant with an academic response in the shape of Durkheim's analysis of society. ദുർഖൈം സ്കോളർലി ജേർണലായിട്ടുള്ള ലാനി സോഷ്യോളജിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1898 കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ തോട്ട്സൊക്കെ ബ്രാൻഡ് ചെയ്യുന്നതിനും അതുപോലെ പബ്ലിഷ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചിന്താധാരകളൊക്കെ അന്നത്തെ കാലത്തെ സോ കോൾഡ് ആയിട്ടുള്ള സോഷ്യോൾ തിങ്കേഴ്സിനെയും ഫിലോസഫേഴ്സിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയൊക്കെ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഫിലോസഫീസിനെയും ലോസിനെയും അതുപോലെ തന്നെ തോട്ട് പ്രോസസ്സിനെയും ഒക്കെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു ദുർഖൈമിൻ്റെയും ചിന്താധാരകൾ പോയിട്ടുള്ളത്. അപ്പോൾ ദുർഖൈമിയൻ അനാലിസിസ് എന്ന് പറയുന്നത് സൊസൈറ്റിയലായിട്ടുള്ള മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒന്നായിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദുർഖൈം ആൻഡ് എൻലൈറ്റ്മെൻറ്റ്. ദുർഖൈമിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ സ്റ്റഡി വെൽ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.